കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തത കൊണ്ടും നിലപാടുകളുടെയും നിറവേറ്റലുകളുടെയും വിപ്ലവ സമീപനം കൊണ്ടും മലയാളിയുടെ പൊള്ള ജീവിതത്തെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുകയും അതിലൂടെ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റും പ്രഭാഷകനും എഴുത്തുകാരനുമായ മൈത്രേയനാണ് ഇത്തവണത്തെ റൂമി സോൾ സേസ് അതിഥി. നിങ്ങളുടെ കേൾവിയും പ്രതികരണവും ക്ഷണിക്കുന്നു സന്തോഷത്തോടെ. സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു എന്താണ് ജോലി, ജോലി ചെയ്യുക, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന. ഞാൻ BA പഠിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് എസ്സൈസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരാണ് മറന്നത്, എന്നെ അന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എസ്സേ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഡെസ്കിൻ്റെ പുറകിൽ 35 വർഷമായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ യൗവനം മുഴുവൻ പോയി. അപ്പോൾ അത് പിന്നെ ഞാൻ റിട്ടയർ ചെയ്തിട്ടായിരുന്നു എഴുതുന്ന എഴുത്തായിട്ടാണ്. എൻ്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്നും ചെയ്യാതെ ഞാൻ ഈ ജോലി ചെയ്ത് ഇതിൻ്റെ പുറകിലായി, ഈ ഡെസ്കിൻ്റെ പുറകിലായി പോയി എന്നുള്ളതാണ് എഴുതുന്നത്. ഒരു ആ കാലം നമ്മൾ ഈ ക്ലർക്കായിരിക്കുന്ന ഒരാളുടെ ഒരു ജീവിതമാണ് അയാൾ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ വളരെ ഇമോഷണലായിട്ട് അയാളത് എഴുതിയിട്ടുണ്ട്. യൗവനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് ഇനിയും പലതും ചെയ്യണം, എടുക്കണം, കാണണം. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാം പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രായമായി പോയിട്ട് ആ ത്വരയുമില്ല. ഇയാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ ആ നഷ്ടപ്പെട്ടു പോയ കൗമാരവും യൗവനവും എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സ്ഥലത്ത് അത് വിശദീകരിച്ച് വന്നപ്പോൾ ഞാനതിങ്ങനെ വായിച്ച് ശരിക്കും പറഞ്ഞാൽ എന്നെ ബാധിച്ചത്. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു, ഞാൻ എന്തായാലും ജോലി ചെയ്യാൻ പോകത്തില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് എന്തോ അധ്വാനിക്കുന്നത് തെറ്റാണെന്നുള്ളതൊന്നുമല്ല, ഇതാണ് എന്നെ ബാധിച്ചത്. ഇത് നമുക്ക് ആഗ്രഹമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതായി പോകും എന്നങ്ങോട്ട് അങ്ങ് മനസ്സിലായിപ്പോയി. അപ്പോൾ BA പഠിക്കുന്ന സമയമാണ്. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഈ എൻജിനീയറിങ്ങും ഡോക്ടറും ഒക്കെ പഠിച്ചിരുന്നത്. അപ്പം ഞാനതൊന്നുമല്ല പഠിക്കുന്നത്. ഞാൻ ജനറൽ നോളജ് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഒരു IAS എന്നൊക്കെ പറയുന്ന അതിൽ കൺസെപ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് ഇങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് ജീവിതത്തിനകത്ത് അങ്ങനത്തെ ഒരു ഈ ജോലിക്ക് കൂലി എന്ന് പറയുന്ന തരത്തിൽ ശമ്പളം വാങ്ങുക എന്ന് പറയുന്ന ആ നിലവാരത്തിലൊരു ജീവിതം ആരംഭിക്കേണ്ടതെന്ന് ഈ വേറെ ആരും ചിന്തിച്ചിട്ടൊന്നുമല്ല, ഞാൻ തന്നെ അങ്ങ് അറിവ് ചെയ്യുന്ന അങ്ങനെ അറിവ് ചെയ്തായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ മനുഷ്യർ അധ്വാനിക്കുന്ന, ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ജോലിക്ക് ചെയ്യുമല്ലോ, നമ്മൾ അധ്വാനിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കാർമാസ് പറയുന്ന ഒരു സ്ഥലമില്ല, ഏലിയനേഷൻ ഓഫ് ലേബർ. നമ്മുടെ ജോലി നമ്മുടേതല്ലാതായി പോവുക. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടേതല്ലാതായി പോവുക. അതിന് നമുക്ക് കൂലി കിട്ടുന്നുണ്ടാകും, പക്ഷേ ആ പ്രവൃത്തി നമ്മുടേതല്ലാതായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കൃഷിക്കാരനത് അനുഭവിക്കത്തേയില്ല. ഇപ്പോൾ അയാളൊരു ചെടിയൊക്കെ നട്ടാൽ ആ ചെടി വളരുന്നതായൊക്കെ കാണാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ കുഞ്ഞുങ്ങൾ ജോലിയായിട്ട് നമ്മൾ അനുഭവിക്കത്തില്ലല്ലോ. പക്ഷെ നമ്മൾ സ്കൂളിൽ പോയി പഠിപ്പിക്കുകയാണെങ്കിൽ ജോലിയായിട്ട് അനുഭവിക്കും, കൃഷി നടത്തിയാൽ ജോലിയായിട്ട് അനുഭവിക്കും. ഇതാ വ്യത്യാസം. പക്ഷേ ആ കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് അതിൻ്റെ ചിരിയും കളിയും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോകുന്ന പോലെ. ഇപ്പോൾ അപ്പോഴാണ് ചിത്രം വരയ്ക്കുന്നതും പുസ്തകം വരയ്ക്കുന്നതൊക്കെ മാത്രം ക്രിയേറ്റീവാണ് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ എല്ലാ പ്രവൃത്തിയും ക്രിയേറ്റീവാണ്. പക്ഷെ അത് നമ്മുടേതല്ലാതായി പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ശമ്പളം, ജോലി എന്ന് നമ്മൾ പറയുന്നതിനകത്ത് നമ്മൾ എഴുതുന്നു. ഇപ്പോൾ വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ എംപ്റ്റി ആയിട്ട് അനുഭവിക്കും. അതേ സമയത്ത് ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരാളിന് ഫുൾഫില്ലിംഗ് ആയിട്ട് അനുഭവിക്കും. ഇതാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി നമ്മുടേതല്ലാതായി പോയി, നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെതല്ലാതായി മാറിപ്പോകുന്ന ഒരു പ്രശ്നമാണ് ജോലി, ലേബർ നമ്മൾ പറയാം. ഇതാണ് അയാൾ അതിനകത്ത് വിശദീകരിക്കുന്നത്. അന്ന് എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ ഈ പറയുന്ന അർത്ഥത്തിൽ ആഴത്തിൽ അന്നത് മനസ്സിലായിട്ടില്ല. അത് മാർക്സ് എഴുതി ഏലിയനേഷനെ പറ്റി എഴുതുന്ന സമയത്താണ് അത് തിരിച്ചറിഞ്ഞ് ഇതാണ് ഈ പറയാൻ
നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മളെ ആവിഷ്കരിക്കുന്നത്. ആ പ്രവൃത്തി നമ്മുടേതല്ലാതായി പോകുന്ന ആ പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ പണി തീരാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പിന്നെ ജീവിക്കാൻ ഇറങ്ങുന്നതായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വീക്കെൻഡിനെ പറ്റി നോക്കിയിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ട് നമ്മളെല്ലായിടത്തും പോയി ചെയ്യും. പക്ഷെ ഇയാൾ ഈ റിട്ടയർ ചെയ്തിട്ട് അപ്പോഴത്തേനും നമ്മൾക്ക് ഈ ലോകത്തെവിടെങ്കിലും പോയി എന്തെങ്കിലും കാണണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഈ ജീവിതത്തിൽ ഇല്ലാതായിപ്പോയി. കാരണം യൗവനം മുഴുവൻ പോയി. ഈ ഒരു പ്രശ്നം വന്നാണ് ഞാൻ വലിയ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസിസ് അനുഭവിച്ചു. എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നമൊന്നും മറികടക്കാനായിട്ട്. അപ്പം നമുക്ക് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ കഴിയില്ലല്ലോ. നമ്മൾ ചുറ്റുപാടുള്ളവരെല്ലാവരും പരീക്ഷ എഴുതി പാസ്സായി ഏതെങ്കിലും ഒരു ജോലിയിൽ എത്തിച്ചേരണമെന്ന് മാത്രം ആലോചിക്കുന്ന സമയത്ത് നമുക്കിത് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം അനുഭവിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ BA പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഫസറുടെ ഒരു ഗുഡ് ബുക്കിലെത്തിയ ഒരാളായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ തന്നെ പോയി അദ്ദേഹത്തിന് അത് പ്രൊഫസറെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു വശവും കൂടെ അതിനകത്തുണ്ട്. അവിടുത്തെ പുസ്തകമെല്ലാം എടുത്ത് വായിക്കുക. അപ്പോൾ അയാൾ വിചാരിച്ച് എനിക്ക് വല്ല റാങ്കൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്നോടൊരു ദിവസം ഇങ്ങനെ സംസാരിച്ച് പഠിത്തമൊക്കെ എങ്ങനെ വരെ ആയിന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പരീക്ഷ താല്പര്യമില്ല, പുസ്തകം വായിക്കുന്നതിൽ താല്പര്യം. അപ്പോൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനീ പറഞ്ഞ് പ്രൊഫസർക്ക് ഞാൻ കൺവിൻഷനായി പോയി. അയാളെ ഞാൻ കൺവിൻസ് ചെയ്ത് പഠിച്ചാൽ മതി, പരീക്ഷയൊന്നും എഴുതേണ്ട കാര്യമില്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പഠിക്കേണ്ടത്, പരീക്ഷയൊന്നും അല്ല നമ്മുടെ മുന്നേ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എൻ്റെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി അതിന് മുമ്പ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതായിട്ടുണ്ട്. പക്ഷെ അത് ഒരു പ്രതിഷേധം എന്നുള്ള നിലവാരത്തിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ അമ്മയോടോ അച്ഛനോ അടുത്തൊക്കെ നമുക്ക് പ്രതിഷേധിക്കാൻ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം അവരേറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പഠിക്കണമെന്നുള്ളതാണല്ലോ. അത് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ നോക്കും. അത് നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിയുമ്പോഴേ നമ്മളത് ചെയ്യും. കാരണം വേറൊരു രീതിയിൽ പ്രതിഷേധിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ നമ്മൾ സ്വയം തോൽപ്പിച്ചാണ് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത്. ആ ഒരു കുടുക്കിപ്പെട്ട് ഒക്കെ തന്നെയായിരുന്നു ഞാനും ജീവിച്ചിരുന്നത്. പുസ്തകങ്ങളെല്ലാം വായിക്കും, പക്ഷെ ഒരിക്കലും പഠിക്കാനായിട്ട് മറ്റ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതായി പോയ കാലമായിരുന്നു അത് മുഴുവൻ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചത്. അതിന് വേറെ കാരണമൊന്നുമല്ല. എൻ്റെ മൂത്ത 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഒരാൾ രണ്ടുപേരും അന്ന് ബീഹാർ, ഇപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്ന റാഞ്ചി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ടാറ്റയുടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കസ്തൂർബ മെഡിക്കൽ കോളേജ്, ജംഷഡ്പൂർ. അവിടെ ആണ് പോയി മെഡിസിൻ പഠിച്ചത്. ഇവർ പഠിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ ഭയങ്കര സ്വീകരണം. അപ്പം ഞാനാണെങ്കിൽ കുട്ടിയായിരുമ്പോൾ തൊട്ട് അമ്മയുടെ കൂടെ ആണ് പഠിച്ചത്. മറ്റുള്ളവരൊക്കെ ഹോസ്റ്റലിലൊക്കെ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനങ്ങനെ 18 BA പഠിച്ച് വരുന്നത് വരെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉള്ള ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന രക്ഷയില്ല, ദൂരെ പോയി വന്നാലേ പരിഗണിക്കപ്പെടത്തുള്ളെന്ന് തോന്നുന്ന ഒരു സാധനമുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ദൂരെ പോയി ഞാൻ ഒരു കോളേജിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ സ്വീകരണം കിട്ടും. അല്ലാതെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ലല്ലോ, ആരും മൈൻഡ് ചെയ്ത് വീട്ടിൽ താമസിക്കുന്നവരെ തീരെ മൈൻഡില്ല അത്. അപ്പോൾ നേരെ മൂത്ത ജ്യേഷ്ഠൻ മെഡിസിനൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര ഒത്തിരി സാധനങ്ങൾ ഭക്ഷണമൊക്കെ ഒരുക്കുന്ന വലിയ ബഹളമല്ലേ, ഒരാൾ വരുന്നുവെന്നറിയാം. അപ്പം ഞാൻ വിചാരിച്ചു വടക്കേ ഇന്ത്യ പോയി പഠിക്കാം. അങ്ങനെയാണ് വടക്കേ ഇന്ത്യ പോയി പഠിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ആദ്യത്തെ ലോങ് ട്രെയിൻ ജേർണിയാണ് അവിടെ വരെ പോയി. ജംഷഡ്പൂർ എന്ന് പറയുന്നത്, അപ്പോൾ കൽക്കട്ടയുടെ തൊട്ടുപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ പിടിച്ചിട്ട് വേണം പോകാൻ ധൻബാദ്. അപ്പോൾ ധൻബാദ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ അന്നത്തെ യാത്രയുണ്ട്. ബീഹാറിൽ ചെന്ന് അപ്പോൾ ജ്യേഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഡൽഹിയിൽ പഠിക്കണം. പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോവാം. അങ്ങനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ചെന്ന് അവിടുത്തെ കോളേജിൽ അഡ്മിഷൻ മേടിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അവിടെ 50% മാർക്ക് വേണം. അപ്പോൾ എനിക്കത് 49 0.2 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ ജയിച്ച മേളിൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കോളേജ് അതിനു മുമ്പ് കണ്ടിട്ടില്ല.
അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അഡ്മിഷൻ വേണമെങ്കിൽ 50% മാർക്ക് വേണം, എന്നാലും കിട്ടത്തില്ല, കാരണം അതിനേക്കാളും കൂടുതൽ മാർക്കുള്ളവർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷനൊക്കെ വേണം, അപ്പോൾ അല്ലാതെ പറ്റില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എനിക്കാണെങ്കിൽ ഡൽഹി പഠിക്കാനും പറ്റത്തില്ല. അപ്പോൾ അവിടുന്ന് നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വല്ല മീററ്റിലെങ്ങാനും പോയി ചോദിച്ചാൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുമായിരിക്കും. അപ്പോൾ മീററ്റ് എന്ന് പറയുന്നത് അവിടുന്ന് ഒരു 100 മൈലെങ്കിലും ദൂരെയാണ്. അങ്ങനെ ഞങ്ങളൊരു ബസ്സിലൊക്കെ പിടിച്ച് അവിടെ ചെന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ ജയിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, കിട്ടും. അപ്പോൾ അവിടെ 40% മാർക്ക് മതി. അപ്പോൾ ഭയങ്കര, അപ്പം ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര മാർക്കുള്ള ആളാണ്. അങ്ങനെ ഞാൻ മീററ്റ് പഠിച്ചു. മീററ്റ് പക്ഷേ എൻ്റെ ബോധം മാറ്റിക്കളഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു 9000 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജ്, യൂണിവേഴ്സിറ്റി അല്ല അത് തന്നെ. അപ്പോൾ അവിടെ വലിയ ഇത്രയും നമ്പർ സ്റ്റുഡൻസ് ഉള്ളത് കാരണം കൊണ്ട് 2 മണിക്കൂർ നേരെ ക്ലാസ്സൊക്കെ ഉള്ളു. അപ്പോൾ രാവിലെ ക്ലാസ് എന്ന് പറയുമ്പം സമ്മറിൽ 7:30 തുടങ്ങും, 9:30 തീരും. അത് കഴിഞ്ഞ് വിൻ്ററിലാണെങ്കിൽ 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരും. അപ്പോൾ ബാക്കിയുള്ള സമയം പിന്നെ നമ്മൾ പുസ്തകം വായിക്കുക, ലൈബ്രറി പോവുക, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ്. പക്ഷേ ഈ 2 മണിക്കൂർ നമ്മളിവിടെ ആണെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് സംഭവം തീരത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെന്താണോ ഡൽഹിയെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു 100 വർഷമെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ കേരളത്തിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ 100 വർഷം പുറകിലുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ അവിടെ എല്ലാം കറങ്ങി നടക്കുന്ന, നമ്മൾ BA ഒക്കെ പഠിക്കുന്നത്, ഞാൻ ST കോളേജ് ആലപ്പുഴയാണ് പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കുന്നതിനൊന്നും തടസ്സം. ഇത് അവിടെ അങ്ങനെയല്ല. നമ്മൾ പോയി പെൺകുട്ടികളോട് അങ്ങനെ സംസാരിച്ചാൽ സംഘമായിട്ട് വന്ന് അടിച്ചു കളയും. അവർക്ക് അസൂയ തോന്നുമേ. അപ്പം നമ്മൾക്കൊരു യുക്തിയില്ല. അങ്ങനെ ആളുകൾ അടിക്കാനൊക്കെ പറ്റുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. മാത്രമല്ല അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹോക്കി സ്റ്റിക്ക് വെച്ച് അടിച്ചാൽ സംഘമായിട്ട് വന്നിട്ട് ഉപദ്രവിക്കും. അപ്പം നമുക്ക് 2 ക്ലാസ്, സ്വന്തം ക്ലാസ്സിനകത്തുള്ള പെൺകുട്ടികളോടും ഉണ്ടാകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പം ആ യൗവനമുള്ള സമയത്ത് നമുക്കത് ചിന്തിക്കാനേ പറ്റത്തില്ലല്ലോ. രാവിലെ ഒരുങ്ങി ഇറങ്ങുന്ന ഇവരാരെങ്കിലും നമ്മളോട് മിണ്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. ഇത് അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നിന്ന് അങ്ങ് പോയി പെട്ടെന്ന്. അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു 50% പേർക്കും കേരളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അത് വലിയ ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചത്. നമുക്ക് അന്ന് എനിക്കൊന്ന് 24 സ്റ്റേറ്റ് കണ്ടാന്നുള്ളത്, അതിൻ്റെ എല്ലാം പേര് എനിക്കറിയാം. ഇതിപ്പോൾ കേരളം ഉണ്ടെന്ന് അവർക്ക് മദ്രാസികളെന്ന് മാത്രമേ. അപ്പോൾ മദ്രാസിൽ നിന്ന് വന്ന ആളായിട്ടാണ് നമ്മളെ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ ഇന്ത്യയിൽ എന്നാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ടൊരു ഷോക്കാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഗ്രാമത്തിലുള്ള പാവം പിടിച്ച മനുഷ്യരാണ് അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കത്തില്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് നമ്മൾ ആ രാജ്യത്തെ പൗരനാണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ MA പഠിക്കുന്നവർക്ക് ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കത്തില്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു. മാത്രമല്ല അവരെന്നോട് പറഞ്ഞു, നിങ്ങളെന്താ ഹിന്ദിയിൽ സംസാരിക്കാത്തത്? ഹിന്ദി സംസാരിക്കണം, ഇന്ത്യക്കാരായി ഹിന്ദി സംസാരിക്കണം. അപ്പം ഞാനപ്പോൾ കുറച്ചൊക്കെ ഹിന്ദി പറയുമായിരുന്നു. ഓട്ടോറിക്ഷയില്ല, സൈക്കിൾ റിക്ഷയിലൊക്കെ കയറുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഹിന്ദിയൊക്കെ പറയണം. പിന്നെ ഈ ചായ കുടിക്കാൻ പോകുന്നിടത്തൊക്കെ പറയുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഇവർ നിർബന്ധമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഹിന്ദി പറയണം. അതോടെ ഞാൻ ഹിന്ദി പഠിക്കേണ്ട തീരുമാനിച്ചു. പിന്നെ ഹിന്ദി പഠിക്കാനും പറയാനും പറ്റാതായിപ്പോയി ഇവർ കാരണമാണ്. പക്ഷെ എനിക്കാണ് ലോസ് ഉണ്ടായത്, ഹിന്ദി പറയാൻ കഴിയാതായിപ്പോയി. ഭയങ്കരമായിട്ട് മൂച്ച് കൂടി. എന്നിട്ട് ഞാൻ ഹിന്ദി പറയാതെ ഇംഗ്ലീഷിലേ പറയുള്ളൂ. ഒരു മെൻ്റൽ ബ്ലോക്കായിപ്പോയി ഹിന്ദി. അപ്പോൾ അവർ നോക്കുമ്പോൾ കാണാൻ ഞാനൊരു പാടുമില്ലാതെ ഹിന്ദി വായിക്കുകയും എഴുതുകയും ചെയ്യും. നമ്മൾ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ എഴുതത്തില്ലേ. അപ്പോൾ അവർക്ക് അതാണ്, ഇയാൾക്ക് എന്താ ഹിന്ദി പറഞ്ഞ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് പഠിക്കേണ്ടതാണ് ഭാഷ എന്നുള്ള അറിവ് നമുക്കില്ലല്ലോ. നമ്മൾ നാട്ടിലെല്ലാം പഠിപ്പിക്കുന്നത് എഴുതാനും വായിക്കാനുമാണ്. ലിറ്ററസിയാണ് നമ്മുടെ ഭാഷയായിട്ട് പഠിക്കുന്നത്. അത് ഭയങ്കര ഒരു തടസ്സമാണ് നമുക്ക്. ഈ ഇംഗ്ലീഷൊക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റാതായി പോകുന്നത് ഭാഷ കേട്ടാണ് പഠിക്കണം എന്നുള്ള അറിവ് നമുക്ക് വരത്തില്ല.
അതിന് പകരം എഴുതാനും വായിക്കാനുമാണ് ഈ സ്കൂളിൽ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ ഭാഷ പറയാൻ പറ്റാത്തവരായി നമ്മൾ മാറിപ്പോകുന്നത്. കാരണം നമ്മൾ അറിയാം എഴുതുന്ന പോലെ പറയേണ്ടതുണ്ടെന്നറിയാം, പക്ഷെ നമുക്കത് വരുത്തില്ല അങ്ങനെ. അപ്പോൾ ഭാഷ കേട്ട് പഠിക്കണം എന്നുള്ള സംഭവം അറിഞ്ഞുകൂടാതെ ക്ലാസ് റൂമിനകത്ത് ഇരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ ഭാഷ പറയാൻ പറ്റാത്തവരായി നമ്മൾ മാറിപ്പോകുന്നത്. വെറുതെ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങ് ഈസി ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ 2-3 കൂട്ടുകാർ മാത്രമായിട്ട്, കാരണം ഏതെങ്കിലും നിലവാരത്തിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്നവർ അവരുമായിട്ടാണ് എൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്നത്. ഒരു സുനിൽ പാണ്ഡെ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ, അയാൾ ഇതുപോലെ നല്ല ചിത്രം വരയ്ക്കും. അപ്പോൾ അയാളെ ചിത്രം വരയ്ക്കുന്ന അയാളുമായിട്ട് കൂട്ടുകൂടി. അപ്പോൾ അവന് ഭയങ്കര ഫാഷനബിളാണ്. അയാളൊരു സിനിമാ താരത്തിൻ്റെ രാകേഷ് പാണ്ഡെ എന്നങ്ങാണ്ട് പറഞ്ഞൊരു ഹിന്ദി, വലിയ പ്രസിദ്ധനൊന്നുമല്ല, എന്നാലും സിനിമയിൽ കുറേ ഈ നമ്മളൊരു സെക്കൻഡറി 3rd റോളിലൊക്കെ ഉള്ള ഒരു സിനിമ അയാളുടെ അമ്മയുടെ സഹോദരനായിരുന്നു. അപ്പം ഇവനെ കാണാൻ ഭയങ്കര സുന്ദരനൊക്കെയാണ്, പൊക്കവും. അപ്പം ഉടുപ്പൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. അപ്പം ഞാൻ അവൻ്റെ കൂടെ നടന്നിട്ട് ഈ ഉടുപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്നത് മെക്കാനിസം, അപ്പം പലതരത്തിലുള്ള ഉടുപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഫാഷനബിളായി. മുടി വളർത്തുമായിരുന്നു BA പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഹിപ്പി ആയിപ്പോയായിരുന്നു. നാട്ടിൽ മുഴുവൻ ആൾക്കാർ ഇങ്ങനെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ വരുന്നു. അപ്പോൾ ഞാൻ സൈക്കിളെ ചവിട്ടി ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേ കൂവൽ തുടങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ അനുഭവിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വേഷം നമ്മുടെ നാട്ടിലെ വേഷമേ ഉള്ളൂ സാധാരണ. ഈ പയ്യൻ്റെ കൂടെ കൂടിയപ്പോൾ അവന് ഈ ഉടുപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട് ഉള്ള പലതരത്തിൽ നമ്മൾ ഈ കോളറൊക്കെ ഇങ്ങനെ ഇത്രയും നീളത്തിലൊക്കെ ഉള്ള കോളർ, നമ്മൾ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഇതിങ്ങനെ പറക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഫാഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഷൂസിൻ്റെ ഐലറ്റ്സ് അത് മേടിച്ചിട്ട് ഇവിടെ വരെ അടിച്ചിട്ട് അത് ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉടുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾ ഇങ്ങനെ ഇത് എന്തൊരു ഉടുപ്പ് എന്ന് ആലോചിച്ചു. എന്നിട്ട് ഈ പുറത്തുമൊക്കെ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടായിരുന്നു ഞാനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ ഓസ്ട്രേലിയയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടുന്ന് കരാട്ടി ജൂഡോയൊക്കെ പഠിച്ചിട്ട് 2 മാസത്തേക്ക് അവധിക്ക് വരും. ആ സമയത്ത് എനിക്ക് ട്രെയിനിങ് ഒക്കെ തന്ന് ഞാൻ കുറച്ച് കരാട്ടയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. തൈക്വാൻഡോ എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലാതായിരുന്നു പുള്ളി പഠിപ്പിക്കുന്നത്. അപ്പോൾ ജൂഡോ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പോൾ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ട് ഒരു ജിംനേഷ്യമൊക്കെ ഹരിപ്പാട് ആരംഭിച്ചിട്ടുണ്ട്, ബ്രദേഴ്സ് ജിംനേഷ്യം. അങ്ങനെ ഞാൻ ബോഡി ബിൽഡറും വെയിറ്റ് ലിഫ്റ്ററും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ MAക്ക് ചെല്ലുമ്പോൾ എൻ്റെ കോളേജിനകത്ത് ഞാനിങ്ങനെ ബോഡി ബിൽഡറായിട്ട് പാസ്സാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോയി അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ളവർ വളരെ ശരീരം ഉണ്ടാക്കുന്നതും, പക്ഷെ മറുവശത്ത് ഞാൻ ഈ ലൈബ്രറി വായിക്കുന്ന, പുസ്തകം വായിക്കുന്ന ആളുമാണ്. 2 ജീവിതമുണ്ട് എപ്പോഴും. ഈ കൂട്ടുകാരൻ്റെ കൂടെ വളരെ ഫാഷനബിളായിട്ട് നടക്കുന്ന ഒരു സ്ഥലവും, മറുവശത്ത് ഈ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അത് അവിടെ പോയി പുസ്തകം എടുത്ത് വായിക്കും. ആ കൂട്ടുകാരനായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഞാൻ കണ്ടുപിടിച്ചൊരു മെക്കാനിസം പറഞ്ഞാൽ, അന്നൊക്കെ നമ്മളൊരു നല്ല ഉടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ 10-20 രൂപ എന്ന് പറഞ്ഞാൽ വലിയ രൂപയാണ്. ഈ ടെർലിൻ ഇങ്ങനത്തെ ടെർക്കോട്ടൻ ആയിട്ടില്ല, ടെർലിൻ ഷർട്ട് അതായിരുന്നു അന്നത്തെ വില കൂടിയ ഷർട്ടൊക്കെ. അതൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 20-25 രൂപയൊക്കെ വില വരും. പക്ഷെ നമുക്ക് ഗൾഫ് ആരംഭിച്ച സമയം, ആ ഗൾഫ് ആരംഭിച്ച സമയമായതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ ലുങ്കി കൊണ്ടുവരും. അപ്പോൾ ലുങ്കി ഭയങ്കര ഡിസൈനാണല്ലോ, നമ്മുടെ നാട്ടിലെ കൈലി അല്ലല്ലോ. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു അച്ഛനൊരു ഷർട്ട് മേടിക്കാനായിട്ട് തരുമ്പോൾ ഒരു 20 രൂപ തരുമ്പോൾ ഞാൻ ഇത് മേടിക്കും, ഒരു 4-5 ലുങ്കി മേടിക്കും. എന്നിട്ട് ഇതും കൊണ്ട് അങ്ങ് പോയി വടക്കേ ഇന്ത്യ പോയിട്ട് ഇവൻ്റെ കൊടുക്കും. അപ്പോൾ ഇവന് ഇത് കണ്ടിട്ട് ഇത് എന്തൊരു തുണിയാണ്, കാരണം വേറെ ഡിസൈനല്ലേ, അത് വെച്ച് നമ്മൾ ഷർട്ട് അടിക്കും. അപ്പോൾ 4 എണ്ണം കിട്ടത്തില്ലേ, 5 രൂപ തയ്യൽ കൂലി 5 രൂപ,
ഈ അപ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് ഒരെണ്ണം കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് അപ്പോൾ കുറേ ഷർട്ട് കാണാം. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എവിടെ ആളുകളും തിരിഞ്ഞു നോക്കും. ഡൽഹി ഞാൻ പോകുമ്പോഴും പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കുമായിരുന്നു, ഇതെന്തായി പോകുന്നു. എന്നിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡിസൈൻ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ആഫ്രിക്കയിലുള്ള ആൾക്കാർ അവരുടെ ഉടുപ്പിടുമ്പോഴാണ് അതുപോലത്തെ ഡിസൈനാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഉടുപ്പ് ഡിസൈൻ ചെയ്യുന്നതിനകത്തുണ്ടായിരിക്കുന്ന വ്യത്യാസവും ഇതിൻ്റെ കളർഫുൾ ആയിട്ടിരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ഈ ഉടുപ്പിട്ട് അപ്പം പിടിക്കും, എല്ലാവർക്കും അറിയാത് ലുങ്കിയാണ്. അപ്പൊ കൂവലിന്റെ വർക്കിന് ഭയങ്കര കൂവലാണ്, ബസ്സിനകത്തൊക്കെ കയറാനൊക്കത്തില്ല. അപ്പൊ ആ ഒരു ജീവിതം, ആ കാലം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയണ്ട രസം പിടിച്ചൊരു സമയമാണ്. അപ്പൊ എൻ്റെ കൂടെ വീട്ടിലുള്ള എൻ്റെ ചേട്ടൻ അവരാരും പുറത്തോട്ട് ഇറങ്ങി എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് പോകുന്ന പ്രശ്നമേ ഇല്ല. രണ്ട് ഈ കൂവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മലയാളികൾ മര്യാദയ്ക്ക് പെരുമാറത്തില്ല എന്നുള്ളത് ശരിക്കും അറിയേണ്ടത് അങ്ങനെയുള്ള സമയത്തൊക്കെയാണ്. അപ്പം ഈ ഞാനാണെന്നുണ്ടെങ്കിൽ മുടി ഇവിടെ വരെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴുത്തിൽ അന്നൊരു രുദ്രാക്ഷ ഇടും, കാണാനൊക്കെ രസമാണ്. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഈ ബോഡി ബിൽഡറും കൂടെയാണ് മറക്കുന്നത്. ഭയങ്കര ഒരു കോമ്പിനേഷനാണ് സാധാരണ ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ കഞ്ചാവൊക്കെ വലിക്കുമെന്ന് എല്ലാവരും വിചാരിക്കും, രണ്ട് ഹിപ്പികളെല്ലാം കഞ്ചാവ് വലിക്കുമല്ലോ. അപ്പോൾ ഹിപ്പി എന്നാണ് അറിയുന്നത്. ബസ്സിനകത്തൊക്കെ കയറാൻ പറ്റത്തില്ല, ഫ്രണ്ടിലിരിക്കാനേ പറ്റത്തില്ല. ഫ്രണ്ടിലിരുന്ന് പോയാൽ മുഴുവൻ പേരുടെയും കമൻറ്റ് വരും. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നാറുന്നു പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുവേ. അപ്പം ഞാൻ ചില ദിവസം ഞാൻ എണ്ണീറ്റ്, അപ്പോൾ നമുക്ക് ഈ ബലം, ശാരീരികമായ ബലമുണ്ട്, പക്ഷെ ഇത്രയും മനുഷ്യരെ പക്ഷെ എണ്ണീറ്റ് നിന്ന് നമ്മൾ ആരടാ പറഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ അങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ. അപ്പോൾ ചില ദിവസം നമുക്കത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ദിവസം മുഴുവൻ വിഷമിക്കും. അപ്പം അങ്ങനെ കളിയാക്കപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഈ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിരുന്നു സ്വാതന്ത്ര്യമായി. കാരണം ആളുകൾ അങ്ങനത്തെ ഒന്നും പറയത്തില്ല, എല്ലാവരും നോക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടിനകത്ത് ഈ ആൾക്കാർ ഇങ്ങനെ നമ്മളെ കമൻ്റ് അടിക്കുന്നത്, ഹരാസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ബുള്ളിങ് എന്ന് നമ്മൾ പറയുന്ന ആ സാധനം ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളോട് കാര്യം പറഞ്ഞാൽ പോയി അടി കിട്ടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് അവരൊന്നും ചെയ്തില്ല. അപ്പം ആ ഒരു ജീവിതം എനിക്ക് ഉണ്ട്. ഈ രാവിലെ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത് അവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകും. അപ്പം ഇവിടുത്തെ ചൂട് പോലത്തെ ചൂടുണ്ട് ഈ മേരട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, നല്ല ചൂട് വരും. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്ററുകളിൽ കയറിയിരുന്നാൽ നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പോയി സിനിമ, അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ളത്. കാരണം ഈ രാവിലെ ക്ലാസ് 10 മണിയാകുമ്പോഴത്തേന് തീർന്നു കഴിഞ്ഞാൽ മോർണിംഗ് ഷോ ആരംഭിക്കും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇംഗ്ലീഷ് സിനിമയും ഹിന്ദി സിനിമയും കാണാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ 2 പേര്, അവിടുത്തെ ആ പറഞ്ഞ സുനിൽ എന്ന് പറഞ്ഞ അവനും ഞാനും കൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും സമയമല്ല, 2 മണിക്കൂർ കൊണ്ട് സിനിമ തീരുമല്ലോ. അതുകൊണ്ട് വായന, ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, അങ്ങനെ ഫുൾ ടൈം വായനയാണ്. മാത്രമല്ല അവിടെ ഞാൻ ചെന്ന സമയത്ത് ആ സ്ഥലത്ത് രാത്രിയിലെല്ലാവരും പുറത്താണ് കിടന്നത്, ഈ സമ്മറിൽ ഉറങ്ങുന്നത്. അപ്പം അതൊരു ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ ടെറസിൻ്റെ മേളിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ ആ കിടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മഞ്ഞും വീഴുന്ന, നമ്മൾ നനയുകയൊക്കെ ചെയ്യും. നേരം വെളുക്കുമ്പോഴത്തേന് നമുക്ക് ജലദോഷം വരാം. അങ്ങനത്തെ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് കേരളത്തിൽ. അപ്പം അങ്ങനെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ നേരമൊക്കെ ടെറസിൻ്റെ മേളിൽ കിടക്കാമെന്നുള്ള അല്ലാതെ അങ്ങ് ഉറങ്ങാനൊക്കത്തില്ലായിരുന്നു. ചില സമയത്ത് ഉറങ്ങി പോയിട്ടുള്ള ദിവസം ഉണ്ടെന്നുള്ളതല്ലാതെ, മറ്റേത് അങ്ങനെയല്ല, എല്ലാവരും പുറത്താണ് കിടക്കുന്നത്. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് അനുഭവമായിരുന്നു. അപ്പോൾ ആ കോളേജിൽ, ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഞാൻ നേരത്തെയാണ് ഈ സ്ഥലത്ത് എത്തുന്നത്, 1 മാസം മുമ്പേ എത്തി. അപ്പോൾ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പേ എത്തിയപ്പോൾ അവിടെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് കോളേജ് തുറന്നാൽ ഇവിടെ റാഗിങ് ഉണ്ട് എന്ന്. അത് പറഞ്ഞ് നിങ്ങളെല്ലാം പിടിച്ചു തുണിയൊന്നും ഇല്ലാതെ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കുഴപ്പമായി, അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലെ
അന്ന് ഈ തീരെ റാഗിങ് ഇല്ല. വല്ല ഹോസ്റ്റലിലാണ് വല്ല മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉണ്ടെന്ന്. അല്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു കമൻ്റ് അടിക്കുന്ന പോലും അങ്ങനെ സീനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബി എക്ക് പഠിക്കുമ്പോഴൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. കളിയാക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ല അത്രയൊക്കെ ആണ് അനുഭവിച്ചിട്ടുള്ളത്. പിന്നീടാണ് നമ്മൾ ഈ റാഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നതൊക്കെ വരുന്നത് പിന്നീട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇത് അവിടെ ഉണ്ട്. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചാൽ കുഴപ്പമാണ്. അപ്പോൾ അവരിങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞവിടെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഞാനുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടായിപ്പോയാൽ ചത്തുപോകും. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ കഥ മുഴുവൻ വേറെയാണ്. നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിൻ്റെ ലോകമല്ല, അവിടെ വേറെ വലിയ സംഘങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ട്രാക്ടറുമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ അങ്ങനെ ട്രാക്ടറുമായിട്ട് വരുന്നവർ. എന്നിട്ട് അവരെല്ലാവരും വേറെ ആളുകൾ, ഭയങ്കര തടിയന്മാരും വലിപ്പമുള്ള മനുഷ്യരുമാണ്. നമ്മൾ ഈ സംഘം, ഗുണ്ടാ സംഘം എന്നൊക്കെ ഇപ്പോൾ പറയുന്നില്ലേ, അതൊന്നും അന്ന് നമ്മൾ കോളേജിലൊന്നും ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ലാത്തതാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിലുണ്ട് ഈ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ഈ വലിയ എന്താണ് സെമിന്താരികളൊക്കെ അങ്ങനത്തെയുള്ള ആൾക്കാരുടെ അവരൊരു സംഘമായിട്ടാണ് കോളേജിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കോളേജ് തുറക്കുന്നത്. കോളേജ് തുറക്കുമ്പോഴാണ് ഞാൻ ഈ ഡ്രാഗിങ് ഉണ്ടെന്ന് ഒരു പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ അങ്ങ് ഫുൾ ടൈം ഈ ആകാശത്താണ്. ഈ ആസ്ട്രോണമി വായിക്കുകയും പഠിക്കുകയും ആസ്ട്രോഫിസിക്സ് ഒക്കെ വായിക്കുന്ന ഒരു സമയമാണ്. അപ്പം സാധാരണഗതിയിലെ ആളുകളുടെ ജീവിതത്തിനകത്ത് വരാത്ത ഒരു കാര്യമാണല്ലോ. ഞാൻ അന്ന് ഈ അമേരിക്കൻ മാഗസിൻസ്, എൻ്റെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉള്ള കാരണം കൊണ്ട് നാട്ടിൽ വരും. അപ്പോൾ ഞാൻ അതിനകത്തൂടെയാണ് ഈ ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് അങ്ങനെയുള്ള മേഖലയൊക്കെ നമ്മളിങ്ങനെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്, ഫസ്റ്റ് ലേഖനം എഴുതുന്നത് UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള അന്ന് നമ്മൾ ഈ സ്പീൽബർഗിൻ്റെ സിനിമയില്ലേ, അപ്പം ആദ്യത്തെ എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡ്, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. അതിനകത്ത് കുറേ കഥകളുണ്ട്. ആ കഥയെല്ലാം യഥാർത്ഥത്തിൽ അന്ന് ഇങ്ങനെ ഈ മാസികളെല്ലാം വരുന്ന കഥയാണ്, അമേരിക്കയിൽ വരുന്ന കഥകളാണ് അതെല്ലാം. അപ്പോൾ ആ കഥയൊക്കെ വായിച്ചിട്ട് അപ്പം ഞാനാണെങ്കിൽ ആകാശത്തു നിന്ന് വരും എന്നുള്ള കാര്യവും എനിക്കൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഈ അമ്മയുടെ പെൻ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ബൈനോക്കുലർ വായിച്ചു തന്നിട്ടുണ്ട്. അപ്പം ബൈനോക്കുലർ പിടിച്ച് രാത്രിയിൽ ഈ ആകാശത്ത് നോക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്പുട്നിക്കൊക്കെ വരുന്ന കാലം. അപ്പോൾ അത് ഞങ്ങൾ 90 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ ആ വൈകുന്നേര സമയത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ചെയ്യുമായിരുന്നു. ഇപ്പോഴും സാറ്റലൈറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ വൈകുന്നേരം നോക്കിയാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷെ അന്ന് ഈ ഒരെണ്ണേ ഉള്ളു. അപ്പം വൈകുന്നേരം ഒരു 6:30 നമ്മൾ നോക്കി തുടങ്ങണം. എന്നിട്ട് ഒരു 8:30 എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ പ്രകാശം ഇതിനെ പോയി മുട്ടിയിട്ട് വരുന്ന ആ ഒരു ആംഗിളിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള 90 മിനിറ്റിൽ ഇത് വരികയാണ് വലയം വയ്ക്കുകയാണ്. ഞാൻ രാത്രിയൊക്കെ നോക്കിയിട്ടുണ്ട്, അത് കാണാൻ പറ്റില്ല. കാരണം ഈ സൂര്യപ്രകാശം അടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുന്ന മുഴുവൻ സമയവും ഈ ബൈനക്കുലർ വെച്ചിട്ട് ഞാൻ ഈ സ്പേസിൽ നിന്ന് ആൾ വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്നൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ചെന്ന് കിടക്കാൻ തുടങ്ങിയവിടെ ഇത് ഭയങ്കരമായിട്ട് ഞാൻ എന്നും വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ മിൽക്കി വേ ഇങ്ങനെ കാണും. അപ്പോൾ നല്ല വ്യക്തതയാണ്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മേഘം ഒഴിഞ്ഞിട്ട് ആകാശം കാണുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഈ ലോകത്തുള്ള സകല ഏലിയൻ വരും വിചാരിച്ചായിരുന്നു ഞാനന്ന് ജീവിക്കുന്നു. മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് 70കളിലെങ്ങാണ്ടാണ് ആദ്യത്തെ എറിക് വോൺ ഡാനിക്കൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരനാണ് ആദ്യമായിട്ട് ഈ സ്പേസിൽ നിന്ന് ആള് വരുന്നതാണ്, നമ്മുടെ ഈ പഴയ ദേവന്മാരും ദേവിമാരും എല്ലാം ഇതെല്ലാം സ്പേസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി, ചാരിയറ്റ്സ് ഓഫ് ദ ഗോഡ്. ഇപ്പോൾ അയാൾ 10-20 പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ആർക്കിയോളജിക്കലായിട്ടൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ മുഴുവൻ ഈ സ്പേസിൽ നിന്ന് ആൾ വന്നതാണെന്നുള്ള ഇപ്പം
വളരെ വ്യാപകമായി ഏലിയൻ എന്ന് പറയുന്ന സാധനം അന്ന് ആദ്യത്തെ പുസ്തകം അതേതാണ്, ചാരിയറ്റ്സ് ഓഫ് ദ ഗോഡ്. അപ്പോൾ അത് വായിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കൊരു സംശയമൊന്നുമില്ല, ഈ സ്പേസിൽ നാൾ വരും എന്നുള്ളതിനകത്ത് എനിക്ക് സംശയമില്ലാത്ത കാലമാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കിടക്കുന്ന എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സാധാരണ മനുഷ്യരുടെ ലോകത്തു നിന്ന് അങ്ങ് പുറത്തു പോയ ഒരു കാലമാണ് ഈ അവിടുത്തെ ആകാശം കാണൽ. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞാനായിരിക്കും ആദ്യം ഇവന്മാർ വരുമ്പോൾ കാണുന്നെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്ന് നോക്കുന്നത്. ഒരു വലിയ ഒരു ബ്രേക്കാണ് ശരിക്കും പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത് വളരെ റിയലാണ് അന്ന്, ഈ സ്പേസിൽ നാൾ വരും എന്നുള്ളതിനകത്ത്. അപ്പോൾ അതിങ്ങനെ കണ്ടു കിടക്കുന്ന ഒരു ലോകമുണ്ട്. സാധാരണ മനുഷ്യ ജീവിതത്തിനകത്തുനിന്ന് മോചിച്ചു പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഫിലോസഫി കൊണ്ട് നമ്മൾ ഈ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് മോചിച്ചു പോകുന്ന പോലെ തന്നെയാണ് ഈ ആസ്ട്രോഫിസിക്സ് പഠിച്ചാൽ. നമ്മൾ ഈ ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിനെ പറ്റിയോ മനുഷ്യരെ പറ്റിയോ ഒന്നും നമ്മൾ ആലോചിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അങ്ങ് മാറിപ്പോകും. അത് ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിനിമ കാണൽ, ഈ ഫാഷൻ, ഇതെല്ലാം ആയിട്ട് ജീവിക്കുന്ന സമയത്താണ് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു പഠിക്കുന്നത്. ഇംഗ്ലീഷ് അവിടെ പോയിട്ട് അവിടെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്ത് വായിക്കും. അപ്പോൾ പുസ്തകം വായിക്കുന്ന സമയത്ത് അറിയാതൊരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഫിലോസഫി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സെക്ഷൻ, ഇത് അങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് ST കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല. അവിടെ കുറേ പുസ്തകം ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കങ്ങനെ സെക്ഷൻ വൈസ് ഇങ്ങനെ വെച്ചിരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കയറി ഇങ്ങനെ പുസ്തകം ഇങ്ങനെ നോക്കി ചെല്ലുമ്പോൾ ഒരു പുസ്തകം, ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. എനിക്കത് എന്ത് തന്നെ മനസ്സിലായില്ല, ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. അപ്പോൾ അപ്പോൾ ഞാൻ ആ പുസ്തകം എടുത്തു. അപ്പോൾ കാൻഡ്, ഞാൻ ഓൾറെഡി 2 പുസ്തകം എടുത്തായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ പുസ്തകം എടുക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. അപ്പോൾ വലിയ തണുപ്പ് വിൻ്റർ ഉണ്ടായിരുന്ന സമയമാകുമ്പോൾ വലിയൊരു കോട്ടിനകത്ത് ഞാൻ പതുക്കെ ഈ പുസ്തകം എടുത്ത് ഒളിച്ചു വെച്ചിട്ടാണ് പുറത്ത് വരുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് വായിക്കാം. അപ്പം ഞാനാണെങ്കിൽ അന്ന് ഇംഗ്ലീഷ് എനിക്കറിയാം എന്ന് നല്ല ബോധ്യമുള്ള കാലമാണ്. ST കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾ. അങ്ങനെ എല്ലാ കവിതയും കഥയും എല്ലാം ഞാനിങ്ങനെ വായിക്കുന്ന കാരണം കൊണ്ട് ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര വായന, ഇത് എന്താണ് ഇത് ഇയാൾ? അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് പിന്നെ എന്താ ഇത് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്സ് ഒന്നും നമുക്ക് ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണത് മുഴുവൻ. ഞാൻ മെനക്കെട്ട് വായിച്ച് ഒരു പകുതിയൊക്കെ വായിച്ച് അപ്പം പോകയായി, അല്ലാതെ വരി മനസ്സിലാകുന്നേ ഇല്ല. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ സെക്ഷനിൽ പോയി. അവിടെ നോക്കുമ്പോൾ കാണാൻ ഇയാളുടെ പുസ്തകം തന്നെ തൊട്ടടുത്തിരിക്കുന്നത്, ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ. അതും ഇതുപോലെ ഇസ്കി മോട്ടിച്ച കൊണ്ടുവരുന്നത്. എന്നിട്ട് അതും കൊണ്ടുവന്ന് രണ്ടും പ്യൂർ റീസണും മനസ്സിലായില്ല, പ്രാക്ടിക്കൽ റീസൺ മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചായി. ഇതുമാതിരി ഇതെന്തൊരു പുസ്തകം എഴുതുന്നത് വിചാരിച്ച് വീണ്ടും ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഉപനിഷത്തിൻ്റെ ട്രാൻസ്ലേഷൻ, ഈശാവാസ്യം, അതെടുത്ത് പോയത് വീണ്ടും ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഈ ഇംഗ്ലീഷിലെ തന്നെ ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്, കോൺഷ്യസ്നെസ്സിനെ പറ്റി. അപ്പോൾ നമ്മൾ ഈ കോൺഷ്യസ് ആകുക എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുന്നതിനെ പറ്റിയൊക്കെ കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് പറയുന്നത്, അതും മനസ്സിലാകാതെ വീണ്ടും നോക്കുമ്പോൾ കാണാൻ ആദ്യത്തെ ശരിക്കും പറഞ്ഞ രജനീഷിൻ്റെ പുസ്തകം പാത്ത് ടു സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അപ്പം രജനീഷ് അന്ന് പൂനെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായിട്ടാണ്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഈ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇങ്ങനെ നല്ല വെള്ള വസ്ത്രം ഇട്ട്, അന്ന് ഈ നമ്മളിന്ന് കാണുന്ന തൊപ്പിയും ഉടുപ്പും ഒന്നും ഇല്ലാത്ത കാലം, ഒരു വെള്ള ഇങ്ങനെ പുതച്ചിട്ടിരിക്കുന്ന ഒരു 5-6 പേരുടെ നടുവിലിരിക്കുന്ന ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് പ്രസിദ്ധനല്ല, നമ്മളിന്ന് അറിയുന്ന പോലെ പ്രസിദ്ധനല്ല.
പക്ഷേ ഇയാളുടെ ഈ പുസ്തകമുണ്ട് ഇത് ഇതിനകത്ത് അത് വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ. അതുവരെ എൻ്റെ വിചാരം ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നമ്മുടെ വായന വീട്. അപ്പോൾ അതെല്ലാം വായിക്കും. പിന്നെ ഈ ആസ്ട്രോഫിസിക്സ് ഒക്കെ വായിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര വിവരമാണെന്നായിരുന്നു ഞാനന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇത് ഒന്നും മനസ്സിലായില്ല, ഈ ഒരു പുസ്തകവും മനസ്സിലായില്ല. അത് ഭയങ്കര ഒരു ചലഞ്ച് അനുഭവിച്ചു പോയായിരുന്നു. അവിടെ നിന്ന് 1-2 പുസ്തകം കൂടെയൊക്കെ ഞാൻ എടുത്തു. ഇതെല്ലാം കൊണ്ടൊന്ന് ഇരുന്ന് വായനയോട് വായനയാണ്. പക്ഷെ ഈ ഫിലോസഫി മനസ്സിലാകുന്ന ഒരു സ്ഥലവേ അല്ലായിരുന്നു. അതെന്നെ വല്ലാതെ ബാധിച്ച്. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഇവരൊക്കെ പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെടുത്ത് ഇങ്ങനെ വായിച്ചാൽ അങ്ങ് മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു അനുഭവം ഉണ്ടായിപ്പോയി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ തീരുമാനിച്ച് എനിക്ക് ഇതൊക്കെയാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അല്ലാതെ ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന അതൊക്കെ എനിക്ക് വായിച്ച കവിതയും ഡ്രാമയൊക്കെ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത ഒരു വലിയ ലോകമാണ് ഈ ഫിലോസഫിയിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പമാണ് ഈ പരീക്ഷ വേണ്ട എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ആയിട്ട്. ഇതേ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ അയച്ചു തരുന്ന പൈസ, അപ്പോൾ അവിടെ അവിടുത്തെ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 50 രൂപ കൊടുത്താൽ മതി, ഒരു മാസമുള്ള ഫുഡ് കിട്ടും. തീരെ ചാർജ് അന്ന് കുറവാണ്. അപ്പോൾ ഇറച്ചി മീനുമില്ല. അത് ഇറച്ചി മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മുസ്ലിമോ, അതാണ് അടുത്ത ഷോക്ക്. അവിടെ ഈ മിലിറ്ററി ഞാൻ പഠിക്കുമ്പോഴാണ് മുസ്ലിം ഹോസ്റ്റൽ വേറെയാണ്. അവിടെ പോയാലും നമുക്ക് ഇറച്ചി അടിച്ച് തിന്നാൻ ഒക്കത്തുള്ളൂ, മറ്റടുത്ത് കിട്ടത്തില്ല. പക്ഷെ ഇഷ്ടം പോലെ തിന്നാൻ തരും. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മൂക്കുമുട്ട തിന്നുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 15-20 ഒക്കെ തിന്നും. അപ്പോൾ അവരിങ്ങനെ അൺലിമിറ്റഡ് ആകും, അവരിങ്ങനെ എറിഞ്ഞു തരത്തേ. അവർ കുഴഞ്ഞ് കാരണം ഈ 1 രൂപയ്ക്കാണ് നമ്മൾക്ക് ഈ ഭക്ഷണം തരുന്നത്. അപ്പോൾ 5-8 എണ്ണമൊക്കെ ആൾക്കാർ തിന്നും, അതിനനുസരിച്ച് കറി തിന്നും എന്നൊക്കെയുള്ള കണക്ക് വെച്ചിട്ടാണല്ലോ അവർ ഈ ഭക്ഷണം തരുന്നത്. അപ്പം എനിക്കാണ് ഈ തലവരലോട്ട് തലവരെ വായ വായത അങ്ങനെയാ തിന്നണം. എക്സർസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ മുഴുവനും നമ്മളൊന്ന് നമുക്ക് ഒരു ദിവസം ഈ അക്കൗണ്ട് എടുത്തിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞാനിങ്ങനെ തിന്നുകയാണ്. അത് ഈ തന്തൂരി ചപ്പാത്തിയാണെന്ന് നമ്മൾ ഓർക്കണേ. ഞാൻ 16 എണ്ണം തിന്നു. അപ്പം ഈ വെയിറ്റർ പോയിട്ട് ഈ മുതലാളിയോട് പറഞ്ഞ് ഇങ്ങനെ 16 എണ്ണമായി. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു 4-5 എണ്ണം കൂടെ പിന്നെ ചില വേൾഡ് റെക്കോർഡ് വല്ലതും ഉണ്ടാകും. ശരിക്കും പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉരുകി പോയി, നാണം വന്നു. അങ്ങനെ തിന്നുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ആ ചപ്പാത്തി 5-6 എണ്ണമൊക്കെയാണ് മനുഷ്യർ സാധാരണഗതി തിന്നുന്നത്. ഞാൻ നല്ല തീറ്റിയാവും. അതും കഴിഞ്ഞ് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ലോകമാണ്. ആ ലോകത്താണ് ഈ പുസ്തക വായനയായിട്ടിരിക്കുമ്പോൾ